नमस्ते बच्चों, सभी का स्वागत है हिंदी ഈ ഗുരു में. അപ്പോൾ മക്കളെ, നമ്മളിന്ന് നമ്മുടെ ജുലൂസ് എന്നുള്ള നാട്യരൂപാന്തരൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 പാട്ടുകളായിട്ടാണ് നമ്മുടെ നാട്യരൂപാന്തരമായിട്ടുള്ള ജുലൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കണ്ടിട്ട് നമ്മുടെ 3ാമത്തെ പാട്ടായ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ പ്രീവിയസ് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജുലൂസ് എന്നുള്ളത് നമ്മുടെ പ്രേംചന്ദ്ജിൻ്റെ ഒരു ചെറു കഥയാണ്. അതിൻ്റെ നാട്യ രൂപാന്തരം അല്ലെങ്കിൽ നാടകമാക്കിയത് ആരാണ്? നമ്മുടെ ചിത്ര മുതുകൽജിയാണ്. അപ്പോൾ നോക്കിക്കേ, എന്താണ് അതിലൂടെ പറഞ്ഞതെന്നും എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ ആ കഠിന പ്രയത്നത്തിൻ്റെ ഫലം എന്താണ്? ആ കഠിന പ്രയത്നം നമുക്ക് വേണ്ടിയിട്ട് അവരെന്താണ് നേടിത്തന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലൂടെ പ്രേംചന്ദ്ജി ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ആര് നാട്യരൂപാന്തരാക്കിയതാണ്? ചിത്ര മുതുകൽജി. ഓക്കെ, നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സമാനാർത്ഥി ശബ്ദ നാടകമേ ഢൂണ്ടേ എന്നാണ്. 1ാമത്തെ ദൃശ്യത്തിലെയും 2ാമത്തെ ദൃശ്യത്തിലെയും 3ാമത്തെ ദൃശ്യത്തിലെയും 4ാമത്തേലും 4 ദൃശ്യത്തിലെയും ഒരുപാട് വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ സമാനാർത്ഥി നമ്മുടെ നാടകത്തിൽ നിന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ ഫസ്റ്റ് ദൃശ്യത്തിലുള്ള ജൻയാത്ര. എന്താണ് ജൻയാത്ര? അതുതന്നെയാണ് നമ്മുടെ ജുലൂസ്, ജാഥ എന്ന് പറയാം. വിരുദ്ധമായിട്ടത് കെ ഗിലാഫ്, എതിരെ എന്നൊക്കെ പറയാം അല്ലേ. വിക്രയ്, വിൽപ്പന നടക്കുന്നത് ക്രയവിക്രയങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ല, അതിന് വിക്രി എന്നാണ്. ശാസക്, ഇൻസ്പെക്ടറിന് നമ്മൾ പറഞ്ഞു അല്ലേ, ശാസക് ദാരോഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്ത, പർവാഹ് അല്ലേ, ഒരു ചിന്തയില്ലാതെ അല്ലേ, പർവാഹ് എന്നാണ്. നിർദ്ദയ്, ഒരു ദയവും ഇല്ലാത്ത, ജല്ലാദ്, ഒരു രാക്ഷസനായിട്ട് എന്ന് പറയാം. ആഖ്യത്തിന് ഹുക്കും അല്ലേ. വാണി, അടുത്ത ദൃശ്യത്തിലുള്ളതാണ് വാണി എന്ന് പറയും. വാണി ജുബാൻ കേട്ടാ. വാണി എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ, സ്വരം എന്നൊക്കെ പറയില്ലേ. പ്രകാറിന് കിസ്മ എന്നാണ്. പാലൻ കർണ, പാലൻ താമിൽ എന്ന് പറയാം. ഇച്ഛ, ആഗ്രഹം, മജ അല്ലേ, മജ എന്ന് പറയാം. കേവലമായി മഹസ്. ദേശ് എന്നുള്ള കൗം എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നാടകത്തിൽ. ഹാനി, നഷ്ടം വരുത്തുക, നുക്സാൻ അല്ലേ. വിഷാദ്, സങ്കടത്തിന് അല്ലെങ്കിൽ മലാൽ, ദുഃഖം എന്നാണ്. സഹൻ, എല്ലാം സഹിക്കുക, ബർദാശത്ത് കാരണം അല്ലേ. അടുത്താണ് ഗായൽ, മുറിവ് പറ്റുമോ, പരിക്കേറ്റോ എന്നൊക്കെ ജഗ്മി എന്നാണ്. അന്ധ്, അവസാനം, ആഖിർ എന്നാണ്. പാസ് അല്ലേ, അടുത്ത്, നസ്ദീഖ് എന്നാണ്. ധീരെ, പതുക്കെ, ആഹിസ്ത ഇടില്ലേ, പതുക്കെ, ധീരെ. കുശൽ, ഗൈസിയത്ത് അല്ലേ, കുശലാന്വേഷണമൊക്കെ കേട്ടിട്ടില്ലേ. ഓജുപൂർണ്, ആവേശത്തോടെ അല്ലെങ്കിൽ ജോഷീല എന്ന് പറയാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന്. നിമ്നലിഖിത് കഥൻ കിസ് പാത്ര കാ ഹെ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ ആരൊക്കെയാണ് അത് പറഞ്ഞത് എന്നാണ്. ഫസ്റ്റ് നോക്കിക്കേ, ഹമാരാ ഹുക്കും ക്യാ അബ്കോ സുനായ് നഹിം പടാ. എൻ്റെ ആജ്ഞ എന്താ നിങ്ങൾ കേട്ടില്ല എന്നുണ്ടോ എന്ന് പറയില്ല. ആരാണ്? ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ്? നമ്മുടെ ദാരോഗ ബീർബൽ സിംഗ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യനോ, ജുലൂസ് നിക്കാൽനെ സെ സ്വരാജ് മിൽ ജാത്താ തോ കബ് കാ മിൽ ഗയോ ഹോത്താ. ആരാണ് പറയുന്നത് കളിയാക്കിക്കൊണ്ട്? നമ്മുടെ ദീൻ ദയാൽ അല്ലേ. 3ാമത്തതോ, ഹമാര ബഡാ ആദ്മി തോ വഹി ഹെ ജോ ലങ്കോട്ടി ബാന്ധേ നിൻകെ ഭാവ ഘൂംതാ ഹെ. ആരാണ്? ഗാന്ധിജീനെ കുറിച്ചാണ് പറയുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ മൈക്കു അല്ലേ. ഏക് ദിൻ തോ മർനാ ഹെ. 4ാമത്തെയാണ്. ഏക് ദിൻ തോ മർനാ ഹെ ജോ കുച്ച് ഹോനാ ഹെ ഹോ. എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടതല്ലേ. ആരാ പറഞ്ഞത്? അതും നമുക്കറിയാം, നമ്മുടെ ശംഭുനാഥ്. മർത്തോ ഹം ലോഗ് രഹേ ജിൻകി റോട്ടിയാം കാ ടിക്കാനാ നഹീം. ഞങ്ങളാണ് മരിക്കുന്നത്, കാരണം അന്നത്തെ അന്നത്തിന് വഴിയില്ലാത്ത ഞങ്ങളാണ് ഇവിടെ മരിക്കേണ്ടി വരുന്നത്. ആരാ പറഞ്ഞത്? മൈക്കുനല്ലേ പാവപ്പെട്ട ആള്. അടുത്ത ക്വസ്റ്റ്യനോ, ഹമാര മഖ്സദ് ഇസസെ കഹീം ഊഞ്ചാ ഹെ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഉന്നതമാണ്, ഇതൊന്നല്ല ഞങ്ങളുടെ ലക്ഷ്യം. ആരാണ് പറഞ്ഞത്? ഇബ്രാഹിം അലിക്ക അല്ലേ. മനസ്സിലായില്ലേ? വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഒരുപാട് നമ്മൾ പറഞ്ഞു പോയതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, നിമ്നലിഖിത കഥൻ ഇബ്രാഹിം അലിക്ക് ചരിത്ര की किन किन विशेषताओं को उजागर करता है എന്നാണ്. അതായത് ഒരുപാട് കഥൻ പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആ പ്രസ്താവനകളൊക്കെ നമ്മുടെ ഇബ്രാഹിം അലി, നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകനായിട്ടുള്ള ഇബ്രാഹിം അലിയുടെ ഏതൊക്കെ വിശേഷതകളാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ്. നോക്കിക്കേ, ഫസ്റ്റത്തെയാണ് ഹം ദുക്കാനെ ലൂട്ടിനെ യാ മോട്ടറിനെ തോടിനെ നെഹേ നിക്കലേ ഹേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താ പറഞ്ഞത്, ഞങ്ങൾ കടകൾ കുത്തിപ്പൊട്ടിക്കാനോ അല്ലെങ്കിൽ അത് പൊളിക്കാനോ അതോ മോട്ടറിൻ തോടിനെ വാഹനങ്ങളൊക്കെ തകർക്കാനോ ഒന്നും വന്നതല്ല. അതെന്താണ്, അത് ആരുടെ ലക്ഷ്യമാണ്? നമ്മുടെ ഗാന്ധിജിയുടെ ആദർശങ്ങളെ പിന്തുടരുന്നവരുടെ ലക്ഷ്യമാണ്. അതായത് അഹിംസാവാദികളുടെ, അല്ലേ, അഹിംസാവാദിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, आप अपने सवारों संगीनों और बंदूकों के जोर से हमें रोकना चाहते हैं तो रोक लीजिए मगर आप हमें लौटा नहीं सकते. നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ തടയാനാണ് ഉദ്ദേശ്യമെങ്കിൽ നിങ്ങൾ തടഞ്ഞോളൂ. എന്തൊക്കെ കൊണ്ട്? സവാരവും, കുതിരയുണ്ടല്ലോ, അതേപോലെ ബയണറ്റ് ഉണ്ടല്ലോ, തോക്കുണ്ടോ, എല്ലാം തടഞ്ഞോളൂ. പക്ഷേ എന്താണ്, ഞങ്ങളിവിടെ നിന്നും തിരിച്ചു പറഞ്ഞയക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്നാണ്. ആരാണ്? അതൊരു വീറും വാശിയുള്ളൊരു സാഹസിയുടേതാണ്, അല്ലേ? അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? സാഹസി അല്ലെങ്കിൽ വീരത എന്നൊക്കെ കൊടുക്കാം, അല്ലേ? അപ്പം സാഹസിയാണ് ആര്? നമ്മുടെ ഇബ്രാഹിം അലി. അപ്പോൾ ആ ഒരു വിശേഷതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തതോ, ഹമാരെ ഭായ്ബന്ദ് ഏസി ഹുക്കും കി താമിൽ കർണേസെ സാഫ് ഇൻകാർ കർ ദേംഗെ. എന്താ പറയുന്നത്? നമ്മുടെ ഭായ്ബന്ദ്, നമ്മുടെ ജനങ്ങൾ ഈ ആജ്ഞകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ആജ്ഞകളെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ആ കാലം വന്നെത്തും എന്ന് പറയില്ലേ? അതാരാ പറഞ്ഞത്? അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ആ ഒരു ദേശപ്രേമമാണ്, അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയമാണ്, ഒരു ആത്മവിശ്വാസം എന്നൊക്കെ പറയില്ലേ? അതാണ് നമുക്കിവിടെ നമ്മുടെ ഇബ്രാഹിം അലിയുടെ വിശേഷത കാണാൻ പറ്റുന്നത്. അപ്പം എന്ത് എഴുതാതി? ഒരു ദേശപ്രേമിയുടെയാണ്, അല്ലേ? അപ്പം ദേശപ്രേമി എന്ന് എഴുതിയാൽ മതി. നാലാമത്തതോ, ജിസ് ദിൻ ഹം ഇസ് ലക്ഷ്യ പർ പहुंच जाएंगे उसी दिन സ്വരാജ്യ സൂര്യ കാ ഉദയ് ഹോഗ. എപ്പോഴാണോ ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്, അപ്പോഴാണ് സ്വരാജ്യ സൂര്യൻ്റെ ഉദയം കൊള്ളുക എന്ന് പറഞ്ഞത് ആരാണ്? ഒരു അവിടെ എന്താണ്? ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ പ്രത്യാശയാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരിക്കൽ നമ്മുടെ സ്വന്തം രാജ്യം എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കും, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നമ്മൾ കൈവരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം, അല്ലേ? അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നൊക്കെ പറയാം, നമുക്ക് പ്രതീക്ഷ എന്നൊക്കെ പറയാം. അടുത്ത ക്വസ്റ്റ്യനാണ്, ഉപയുക്തി വിശേഷതാओं के आधार पर ഇബ്രാഹിം അലിക്ക് ചരിത്ര पर टिप्पणी करें എന്നാണ്. അപ്പോൾ ആരുടെ ക്യാരക്ടറൈസേഷനാണ്? നമ്മുടെ ഇബ്രാഹിം അലിയുടെ. അപ്പോൾ എന്തൊക്കെ വേണം അതിൽ നോക്കിക്കേ. ചരിത്ര पर प्रकाश डालने वाले संवादों का विश्लेषण किया है. അതായത് ഡയലോഗൊക്കെ വെച്ചിട്ട് കണ്ടില്ല, നമ്മുടെ ഇബ്രാഹിം അലിയുടെ ആ ഒരു സാഹസികതയും വീരശൂര പരാക്രമമൊക്കെ തെളിയിക്കുന്ന ഡയലോഗും ഒക്കെ പ്രസ്താവനകളൊക്കെ അല്ലേ, കഥനൊക്കെ അല്ലേ, അതൊക്കെ വെച്ചുകൊണ്ടും പിന്നെന്താ ചരിത്രയ്ക്ക് വിശേഷത. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആത്മവിശ്വാസിയാണ്, സാഹസിയാണ്, വീരശൂര പരാക്രമിയാണ്, നമ്മുടെ ദേശപ്രേമിയാണ്, ഇതൊക്കെ വെച്ച് അഹിംസാവാദിയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എന്തെഴുതേണ്ടത്? ചരിത്ര पर टिप्पणी എഴുതേണ്ടത്. എക്സാമിന് മസ്റ്റായിട്ടും ചോദിക്കും. ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാറ്, ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ഇബ്രാഹിം അലിൻ്റെ ആവാം, അതേപോലെ തന്നെ നമ്മുടെ മൈക്കൂൻ്റെ ആവാം, അതേ ബീർബൽ സിംഗിൻ്റെ ആവാം, ഇവരുടെയൊക്കെ ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകനായിട്ടുള്ള നമ്മുടെ ഇബ്രാഹിം അലിൻ്റെയാണ്. നമുക്ക് നോക്കിയാലോ. ഇബ്രാഹിം അലി. അപ്പോൾ നമ്മൾ ഏതാണോ നമ്മുടെ എക്സാമിന് ആരുടെ ക്യാരക്ടറാണോ എഴുതാൻ ചോദിക്കുന്നത് അവരുടെ പേര് ഫസ്റ്റ് എഴുതിയിട്ട് 2 ലൈൻ കൊടുക്കുക. എന്നിട്ടോ കഹാനി സമ്രാട്ട് പ്രേംചന്ദ് കി കഹാനി കാ ചിത്രാമുദ്കൾ കാ നാട്യ രൂപാന്തർ ഹേ ജുലൂസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്. അതേ വാചകെടുത്ത് നമുക്ക് എന്ത് എഴുതാം? ഇതിൽ ചേർക്കാൻ തന്നെ ഫസ്റ്റ് തന്നെ എഴുതാം. ഏത് നാട്യരൂപ, ഏത് നാടകമെന്ന് വേണം, ആരുടെയാണെന്ന് വേണം. ഓക്കെ, ഇതാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു എല്ലാറ്റിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചരിത്ര पर टिप्पणी എഴുതണമെങ്കിലും ഒരു ഫോർമാറ്റ് ഉണ്ട്. അതാണ് ഈ ഫോർമാറ്റ്. ഫസ്റ്റ് എന്ത് എഴുതണം? ഇത് എഴുതിയിട്ട് അടുത്ത പാരഗ്രാഫിൽ വെച്ചിട്ട് വേണം നമ്മുടെ ആരാണോ നമ്മൾ ചോദിക്കുന്നത് അവരുടെ, ഇപ്പോൾ ഇബ്രാഹിം അലീൻ്റെ ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് അവരുടെ ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ.
इसका प्रमुख पात्र ഇബ്രാഹിം അലി സ്വതന്ത്രതാ സേനാനിയോं का नेता है. അപ്പോൾ അവരുടെ ആരാണ് അവർ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ഇൻട്രോ പോലെ ഫസ്റ്റ് കൊടുക്കണം. എന്താണ്, നമ്മുടെ പ്രമുഖ പാത്രമാണ്, മെയിൻ ക്യാരക്ടറാണ്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനാണ്. ആ ഒരു സേനാനിയോൻ്റെ നേതാവാണ് ആര്, നമ്മുടെ ഇബ്രാഹിം അലി. ഇബ്രാഹിം അലിക്ക് നേതൃത്വമേ സ്വരാജ്യോं का जनयात्रा चल रहा है. അപ്പോൾ ഇബ്രാഹിം അലിയുടെ നേതൃത്വത്തിലല്ലേ നമ്മുടെ ജുലൂസ് ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ജാഥ. ഇബ്രാഹിം അലി ഗാന്ധിജി സെ പ്രഭാവിത ഹെ, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അഹിംസാവാദിയായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഉൾക്കൊള്ളുന്നവനായിരുന്നു എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഗാന്ധിജിക്ക് തരവ് അഹിംസാ മാർഗ്ഗക്കോ സ്വീകാർ കിയ. അപ്പോൾ അതിൽ ഏറ്റവും നല്ല തെളിവ് എന്ന് പറയും, നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഹം ദുക്കാനെ ലൂട്ടിനെ യാ മോട്ടനെ തൊടിനെ നിഹി നിക്കലേ ഹേ, ഞങ്ങൾ എന്തിനു വന്നതല്ല, വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കാനോ അതേപോലെ തന്നെ കടകൾ കുത്തിപ്പൊളിക്കാനോ ഒന്നും ഞങ്ങൾ വന്നതല്ല എന്നുള്ള. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഇസ് കഥൻ മേം ഏക് അഹിംസാവാദി ക സ്വർ ദേഖാ ജാ സക്താ ഹേ. ഈ സ്വരത്തിൽ ഒരു അഹിംസാവാദിയുടെ സ്വരം എങ്ങനെയാണോ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഇബ്രാഹിം ജി മേ ബഡി വീരത ഒരു സാഹസികത ഹെ, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. നിങ്ങൾക്ക് എന്ത് എഴുതാം, നമ്മൾ ഇങ്ങനെ കഥന് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ക്യാരക്ടറൈസേഷൻ എഴുതാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ചരിത്രപ്രട്ടിപ്പടി എഴുതാൻ പറഞ്ഞാലും കഥൻ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇനി നമ്മൾ 2020 2019 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ കഥ കൊടുത്തത് അത് നമുക്ക് എടുത്തെഴുതാം, നമ്മുടെ ആൻസറിൽ എഴുതാം. അതാണ് ഹം ദുക്കാനി ലൂട്ടിനെയ്യ മോട്ടെ കണ്ട, അതൊക്കെ ഒരു കഥനാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടറൈസേഷന് കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ ഇബ്രാഹിം ജിയും ബड़ी वीरता और साहसिकता है. इब्राहिम अली अपने साथियों पर भरोसा रखने वाला है. उनको पूर्ण विश्वास था कि एक दिन ജനത ഏക് സാത് സ്വതന്ത്രതാ സംഗ്രാമേ ഭാഗലേഖ. അപ്പോൾ ഒരു വിശ്വാസമാണ്, ഒരു ആത്മവിശ്വാസിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്ത് ആത്മവിശ്വാസമാണുള്ളത്, ഒരു ദൃഢനിശ്ചയം, അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കും, തൻ്റെ ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തന്നെ നമ്മുടെ സ്വരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമെന്ന് ആര് പറയുന്നുണ്ട്, ആ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നമ്മുടെ ഇബ്രാഹിം അലിക്കുന്നുണ്ട്. ഇബ്രാഹിം അലിക്ക് ചരിത്രയ്ക്ക് സബ്സെ ബഡി വിശേഷത ഉൻകാ ദേശ് പ്രേം ഹി ഹെ, അല്ലേ, ദേശപ്രേമമാണ് ഏറ്റവും വലിയ വിശേഷതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരത് മാതാ കെ ലിയെ അപ്പനെ ജാൻ ബലിദാൻ കർനെ കെ ലിയെ വേ തയ്യാർ ഹോ ജാത്തെ ഹെ. നമ്മുടെ ഭാരത മാതാവിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും അർപ്പിക്കാൻ അല്ലെങ്കിൽ പണയം വയ്ക്കാൻ ആര് തയ്യാറാകുന്നു, നമ്മുടെ ഇബ്രാഹിം അലി ജി തയ്യാറാകുന്നു. इस प्रकार हम देखते हैं कि इब्राहिम अली का चरित्र देश प्रेम, आत्मविश्वास, प्रत्याशा, അഹിംസാവാദ് വീരതാദി സി ശോഭിത് ഹെ. എന്തൊക്കെയാണ്, ദേശപ്രേമിയാണ്, ആത്മവിശ്വാസിയാണ്, ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നവനാണ് എല്ലാറ്റിലും. അതേപോലെ തന്നെ അഹിംസാവാദം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വീരനാണല്ലേ, ശൂരപരാക്രമിയാണ്, നിഡറാണ് എന്നൊക്കെ പറയാം, പേടിയില്ലാത്തവനാണ്, ഭയമില്ലാത്തവനാണ് എന്നൊക്കെ പറയാം. ഇതൊക്കെയാണ് നമ്മുടെ ഇബ്രാഹിം അലിജിയുടെ വിശേഷത. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂട്ടട്ടെ, ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നതേ ഉള്ളൂ. നിങ്ങളുടെ എക്സാമിനൊക്കെ മാർക്കിനനുസരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഞാൻ പറഞ്ഞു എന്ത് വരും, ഒരു പ്രസ്താവന കഥനൊക്കെ തരും, ആ കഥനൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാരക്ടറൈസേഷൻ്റെ ചരിത്ര ടിപ്പണി കൂട്ടാവുന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ പ്രീവിയസ് എക്സാമിന് എന്താണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ, ജുലൂസ് നാട്യ രൂപാന്തർ के इब्राहिम अली के ये कथन पढ़िए. उसी दिन स्वराज सूर्य का उदय होगा. हमें रोकना चाहते हैं तो रोक लीजिए, मगर आप हमें लौटा नहीं सकते. आप भेटन चलाइए, हम दुकानें लूटने या मोटरें तोड़ने नहीं निकले हैं. ഇത് കഥനമൊക്കെ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലിയുടെ ചരിത്ര ടിപ്പണി ലിഖിയ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഇബ്രാഹിം അലീൻ്റെ എന്താണ് അവരുടെ സവിശേഷതകളെന്നും അവരുടെ ചരിത്രപ്രതിപണമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജുലൂസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറ്. നമ്മുടെ മൈക്കൂൻ്റെയും അതേപോലെ തന്നെ ഇൻസ്പെക്ടർ ദാരോഗ ബീർബൽ സിംഗിൻ്റെയും ഒക്കെ ഇതേപോലെ ക്യാരക്ടർ എങ്ങനെയാണ് എഴുതാൻ ചോദിക്കാം, അതൊക്കെ പഠിച്ചു പോവുക. ഇതേ മോഡലിൽ നിങ്ങൾ എഴുതി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് 4 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കാം. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ജുലൂസ് എന്നുള്ള ചാപ്റ്റർ ചെയ്തിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് 3 പാർട്ടിലേക്ക് കടന്നത്. അപ്പോൾ 2 പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക.
ഓക്കേ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ ആ സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചോ.